വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്പനയിൽ നിങ്ങൾ കണ്ടു കാണും. അതെ, ഇന്ന് നമുക്കൊരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ കെയർ ചാലഞ്ചിനെ പറ്റി ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഹെയർ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യത്തോടെ പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഇന്ന് ഡേ 1 ആണ്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ഇന്ന് നമുക്ക് ഡേ 1ലേക്ക് ആവശ്യമുള്ളതെന്ന് നോക്കാം. അപ്പോൾ 2 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പം ഇത്രയും ഐറ്റംസ് ആണ് ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്കിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കേണ്ട സാധനമാണ് കേട്ടോ. ആര്യവേപ്പിൻ്റെ ഇലയുണ്ട്, അതുപോലെ തന്നെ കൃഷ്ണ തുളസിയുടെ ഇലയുണ്ട്, പിന്നെ നമ്മുടെ ചെമ്പരത്തി ഇല, ചെമ്പരത്തി പൂവ്, 5 ഇതിലുള്ള ചെമ്പരത്തിയുടെ ഇലയും പൂവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് മതി നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മുടെ തലയിൽ എന്തെങ്കിലും അഴുക്കോ അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആര്യവേപ്പിൻ്റെ ഇല വേണം, അതുപോലെ തന്നെ കൃഷ്ണ തുളസി വേണം, പിന്നെ നമുക്ക് ചെമ്പരത്തി ഇല, ചെമ്പരത്തി പൂവ്, 5 ഇതിലുള്ള ചെമ്പരത്തിയുടെ ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെമ്പരത്തി പൂ നിങ്ങൾക്ക് എത്ര വേണോ അത്രത്തോളം എടുക്കാം കേട്ടോ. നിങ്ങളുടെ മുടിയിൽ എത്രയും വേണോ അത്രയും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ആര്യവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ കൃഷ്ണ തുളസിയുടെ ഇലയും കൂടെ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് ബോയിൽ ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനിത് ബോയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഇതൊന്ന് വറ്റി ഒരു 3/4 ഗ്ലാസ് ആവും കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിലാവുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളപ്പിക്കണം. ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ആദ്യം ഇത് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. അത് കഴിഞ്ഞ് 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാവേ. അപ്പോൾ വേപ്പിലയുടെയും കൃഷ്ണ തുളസിയുടെയൊക്കെ ആ പച്ച കളറ് നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ലൈറ്റ് പച്ചയാവും കേട്ടോ. അപ്പോൾ ഇത്രയും മതി, നമ്മുടെ പരുവത്തിന് ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് തണുപ്പിച്ചതിന് ശേഷം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് വേപ്പിലയും നമ്മുടെ കൃഷ്ണ തുളസിയുടെ ഇലയും കൂടി തിളപ്പിച്ച വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇലയും എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ വേണം ഈ ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവും കൂടി ഒന്ന് ഇവിടെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ താളിയാണ് കേട്ടോ നമ്മൾ തലയിൽ തേക്കുന്നത്. അപ്പോൾ ഇതേ ആര്യവേപ്പിൻ്റെ ഇല ഇതും കൂടി ഞാൻ നന്നായിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും വെള്ളമുണ്ട്. ഈ വെള്ളത്തിലാണ് നമുക്ക് വേണ്ടുന്ന താളി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതേ ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവും എടുത്തിട്ടുണ്ട്. ഇത് കഴുകി എടുത്തതാണ് കേട്ടോ. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഞെവിടി പിഴിഞ്ഞ് താളി രൂപത്തിലാക്കിയെടുക്കാം. അപ്പോൾ ഈ ആര്യവേപ്പിൻ്റെ ഇലയും നമ്മുടെ കൃഷ്ണ തുളസിയും കൂടി നന്നായിട്ട് ചൂടാക്കി എടുത്തത്, തിളപ്പിച്ചെടുത്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ എന്തെങ്കിലുമുള്ള ഡാൻഡ്രഫ് അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ ഫംഗസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ തിളപ്പിച്ചെടുത്ത വെള്ളത്തിൽ ഈ താളി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തലയിൽ എന്തെങ്കിലും അഴുക്കോ അങ്ങനെയൊക്കെ ഉള്ളത് പോയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ വെള്ളം ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് നമ്മൾ താളി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് നന്നായിട്ട് തന്നെ ഞെവിടി എടുത്തിട്ട് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണ്ടുന്ന ഒരു പരുവത്തിലെത്തി കഴിഞ്ഞു. ഇത് എണ്ണ പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് ഒന്ന് അരിച്ച് മാറ്റിയിട്ട് തലയിലേക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആര്യവേപ്പിൻ്റെ ഇല ചൂടാക്കി തിളപ്പിച്ചെടുത്തത് കാര്യം വേറെ ഒന്നുകൊണ്ടല്ല, എനിക്ക് ഡയറക്റ്റായിട്ട് ആര്യവേപ്പിൻ്റെ ഇല തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തലവേദന എടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തിളപ്പിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 2 രീതിയിൽ യൂസ് ചെയ്താലും ഗുണം ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ചിലർക്ക് ഇത് അലർജി കാണും, അപ്പോൾ അങ്ങനെയുള്ളവർ തിളപ്പിച്ച് തന്നെ യൂസ് ചെയ്യുക. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഏതൊരു ഹെയർ പാക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ നമ്മുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്ത് തല നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഹെയർ ഓയിൽ എടുത്താൽ മതി. ഇന്ന ഹെയർ ഓയിലൊന്നുമില്ല, നമുക്ക്
ഏത് ഹെയർ ഓയിലാണോ കംഫർട്ട് അതെടുക്കും. നമുക്ക് ഈ എണ്ണ ഞാൻ കാച്ചിയ എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ തന്നെ കാച്ചിയ എണ്ണയാണ് കേട്ടോ. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കയ്യോന്നി അതുപോലെ കറ്റാർ വാഴ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് കാച്ചിയ എണ്ണയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് എണ്ണയാണോ ഉള്ളത് അതെടുത്ത് വെച്ച് തലയിലൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ ഹെയറിൽ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ മിക്സ് തലയിലേക്ക് ഇട്ട് കൊടുക്കാതെ നല്ല എണ്ണ പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് സ്കാൽപ്പിലും മുടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ചാലഞ്ചിൽ ഫസ്റ്റ് ഡേ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇത് എന്നും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ തന്നെ ഇത് യൂസ് ചെയ്തത് നമ്മുടെ തലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പൊയ്ക്കോട്ടെ എന്ന് കരുതി ആണ് ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാൻ കാര്യം. അപ്പോൾ എന്തായാലും അടിപൊളി സാധനമാണ് നമ്മുടെ ഡാൻഡ്രഫ് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഒരുപാട് ഡാൻഡ്രഫ് ഒക്കെ ഉള്ളവരാണെങ്കിൽ വീക്ക്ലി ട്വൈസ് ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. വേഗം തന്നെ നമ്മുടെ ഡാൻഡ്രഫ് ഒക്കെ ഒന്ന് പോയി കിട്ടും. പിന്നെ വരത്തില്ലെന്നല്ല, പിന്നെയും വരും. അപ്പം നമ്മൾ ഇത് യൂസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാതെ സ്കാൽപ്പ് ഒന്ന് ഇങ്ങനെ ഒന്ന് ചൊറിഞ്ഞ് ഇളക്കുക. ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇളകി പൊക്കോളും. ഫുള്ളായിട്ട് സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് കെട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഞാനൊരു 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയും. അപ്പോൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് നോർമൽ വാഷാണ് ചെയ്യുന്നത്. ഷാമ്പു അങ്ങനെയുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഷാമ്പുവിന് പകരമായിട്ടാണ് ചെമ്പരത്തി താളി യൂസ് ചെയ്തേക്കുന്നത്. ചെമ്പരത്തി അതിനുള്ള ഇതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡാൻഡ്രഫ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ചാലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു. ഒരു 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത ഹെയർ ആണ് കേട്ടോ ഇത്. അപ്പോൾ വാഷ് ചെയ്ത് നന്നായിട്ട് തന്നെ ഞാൻ ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹെയർ എപ്പോഴും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ ഉണക്കി കെട്ടി വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ വൃത്തിയായിട്ട് മുടി സൂക്ഷിച്ചില്ലെങ്കിൽ മുടിയിൽ ഇതൊന്നും ചെയ്തിട്ട് യാതൊരുവിധ പ്രയോജനം ഇല്ലാണ്ടാവും.